ഹായ് ഗൈസ്, OSB ടോക്കീസിന്റെ ആദ്യത്തെ മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. OSB ടോക്കീസിന്റെ ഒരു തുടക്കമാണ്. അതെ, തുടക്കമാണ്. നമ്മൾ വന്നതും തുടക്കവുമായിട്ടാണ്. തുടക്കം സിനിമയുടെ ഒരു തുടക്കവും കൂടെയാണ്. വിസ്മയ മോഹൻലാലിന്റെയും നമ്മുടെയും തുടക്കം ആയിക്കോട്ടെ വിചാരിച്ചു. അതെ, ഇതില് വിസ്മയ മോഹൻലാൽ തുടക്കം. അതിന്റെ പേര്, സിനിമയുടെ പേര് തന്നെ സർട്ടിഫിക്കറ്റിൽ അങ്ങനെയാണ് വന്നത്. പക്ഷെ നമ്മൾ തുടക്കം മാത്രമേ സാധാരണ സിനിമയിൽ പോലെ മോഹൻലാൽ ഇൻ തുടരും അങ്ങനെയല്ല, ഇത് വിസ്മയ മോഹൻലാൽ തുടക്കം. അല്ല, അത് എനിക്ക് തോന്നുന്നു മറ്റേ ആ ടൈറ്റിൽ ഇല്ലേ, അതില് വിസ്മയ മോഹൻലാൽ എവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ കണ്ടില്ല. അത് ടൈറ്റിൽ അതാണെന്ന് തോന്നുന്നു, കണ്ടില്ല. എന്തായാലും പുള്ളിക്കാരിയുടെ ഒരു തുടക്കത്തിന് വേണ്ടി എടുത്ത നമ്മൾ പ്രതീക്ഷിച്ച പോലത്തെ ഒരു പടം തന്നെയാണ് ഇത്. ഒരു ടെംപ്ലേറ്റ് ആയിട്ട് എങ്ങനെയാണ് ഒരു എങ്ങനെ നെപ്പോനെ ഡെലിവർ ചെയ്യാം, സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ഡെലിവർ ചെയ്യാന്നുള്ളത്. സോറി, അപ്പൊ അവരെങ്ങനെ ഒരു ലോഞ്ച് പാഡിൽ എങ്ങനെ ഇറക്കാം എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് അത്. ഇതിന്റെ ഇപ്പൊ ഡയലോഗ്സ് ആയാലും അതിന്റെ എങ്ങനെയാണ് ക്ലൈമാക്സും നമുക്കെല്ലാം പ്രഡിക്റ്റബിളാണ്. ആദ്യമേ മനസ്സിലാവും ഇത് എങ്ങോട്ടാണ് പോണേന്നുള്ളതൊക്കെ. നമ്മൾ കണ്ട് മറന്നിട്ടുള്ള ഒരുപാട് സിനിമയുടെ ഒരു സങ്കരയിനം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ അതിലങ്ങനെ ഒരു സസ്പെൻസോ അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. നമ്മൾ പ്രഡിക്റ്റബിൾ ആണല്ല. അങ്ങനത്തെ ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ്? എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വിനു പറഞ്ഞ പോലെ ലോഞ്ച് ഹെലികോപ്റ്ററിൽ നിന്ന് രണ്ടുപേരെ ഇറക്കുന്നു, അത് തന്നെയാണ് ലോഞ്ച്. അത് പക്ഷേ സേഫ് ലാൻഡിങ് എനിക്ക് തോന്നിയത് സേഫ് ലാൻഡിങ് ആയിട്ടാണ് തോന്നിയത്. കാരണം സേഫ് ലാൻഡിങ് എന്ന് പറയുമ്പോൾ ഇതിന് റിസ്ക് ഇല്ല. ഇതൊരു ഈ ഒരു സാധനം, ഈ ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ, ഒരു ഫോർമാറ്റ് അത്ര റിസ്ക് ഇല്ലാത്ത ഫോർമാറ്റാ. ഇത് മൊത്തത്തിൽ പണി അറിയാന്നുള്ള ഒരു ഡയറക്ടറാണ്. അപ്പോഴ് മൊത്തത്തില് ഇത് ആൾക്കാർക്ക്, സാധാരണ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് എടുത്തിരിക്കണം. പിന്നെ മോഹൻലാലിന്റെ മോളെന്നുള്ള ഒരു ഇതുണ്ടല്ലോ. ഇപ്പൊ വേറൊരു നടിയാണെങ്കിൽ ഈ സിനിമ വർക്കാവൂല. ഇത് മോഹൻലാലിന്റെ കൂടെ ഉള്ള ഒരു ഇഷ്ടം മോളുടെ അടുത്തും കാണുമ്പോഴേ ഈ സിനിമ അങ്ങനെ ഇപ്പം കുറച്ച് ക്രിഞ്ചായിട്ടും കാര്യങ്ങളൊക്കെ തോന്നണടുത്ത് ഒരു സ്നേഹത്തിന്റെ ഒരു എലമെന്റും കൂടെ ഉള്ളതുകൊണ്ട്. അല്ല, അത് എനിക്ക് ചില സമയത്ത് നമുക്ക് മോഹൻലാലിന്റെ മോളാണോ എന്ന് മറന്നു പോണ സമയത്തൊക്കെ മോഹൻലാലിനെ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ നമ്മള് മാച്ച് കട്ട് ചെയ്യും. അത് കൊള്ളാം, ചമ്മൻ ചാക്കോ നന്നായിട്ടുണ്ട് മാച്ച് കട്ട് ചെയ്യും. അപ്പൊ അത് ചില സ്ഥലത്ത് ഈ മാച്ച് കട്ട് ചെയ്തത് കാരണം അത് പുള്ളിക്കാരിയുടെ അടുത്ത് ചെയ്യുന്നതും ഒരു അനീതിയായിട്ടാണ് തോന്നിയത്. കാരണം അത്രയും നിഴല് നല്ല രീതിയിൽ പുള്ളിക്കാരിയുടെ തോന്നിയ അനീതി. സായികുമാറാ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ റോൾ എന്ന് പറഞ്ഞാൽ ഒരു മെന്റർ. മോഹൻലാലിന്റെ റോള് ഒരു മെന്റർ, ഒരു ഷിപ്പാണ് റോള്. പക്ഷെ അതിൽ കൂടുതൽ ഒരു സംഭവം കൂടെ ഉണ്ട്. ടു ബി ഓണസ്റ്റ്, എനിക്ക് ഇതില് ഫൈറ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് മോഹൻലാലിന്റെ ഫൈറ്റ് ആയിരുന്നു. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എനിക്ക് മോഹൻലാലിന്റെ വന്നപ്പോ തന്നെ എനിക്കൊരു സന്തോഷം മുഖത്ത്. ആഹാ, വന്നല്ലോ, സന്തോഷമായി. അന്ന് പക്ഷെ അവസാനമൊക്കെ ആയപ്പോ ഒരുമാതിരി മറ്റേ ഇത് കൈമാറിയിട്ട് പോകുന്ന ഒരു സാധനം. അത് അങ്ങനെയാണ്, ദാനം കൈമാറാൻ. അതെ, എന്റെ പ്രവർത്തികൾ ഞാൻ ചെയ്തു, ഇനി എന്തെന്ന് വെച്ചാ ചെയ്തു. അതെ, ഇടയ്ക്ക് പറയുന്നുണ്ടല്ലോ മറ്റേ മേക്ക് യുവർ ഫാദർ പ്രൗഡ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് അല്ല, അത് സംഭവം, അത് എഴുത്ത് എനിക്ക് അത്ര ഇതിനകത്ത് ശരിക്കും ഇവർ ഉദ്ദേശിച്ച സെറ്റപ്പ് എന്തുവാ, മറ്റേ ബ്ലാസ്റ്റ് കൊണ്ടുവരിക, ബ്ലാസ്റ്റ് റെഫറൻസ് കൊണ്ടുവരിക. പക്ഷെ ബ്ലാസ്റ്റ് എടുത്തു വെച്ചാൽ നമ്മളെ മലയാളി ഓഡിയൻസ് എത്രമാത്രം അതിനെ കണക്ട് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല. ബ്ലാസ്റ്റിന്റെ ടൈം ലൈനും ഇതും തമ്മില് കാരണം ബ്ലാസ്റ്റ് ഇപ്പൊ ഇറങ്ങിയതാ. അത് നമുക്ക് പറയാം. എനിക്ക് ബ്ലാസ്റ്റിന് റെഫറൻസ് എടുത്ത് ഇതിലോട്ട് കൊണ്ടുവന്നതായിട്ട് തോന്നുന്നില്ല. കാരണം ബ്ലാസ്റ്റ് ഇപ്പഴേ ഇറങ്ങിയല്ലേ ഉള്ളൂ, ഒരു മാസമല്ലേ ആവുള്ളൂ. എനിക്ക് പക്ഷേ ഒരു ജയ ഹേയുടെ ഒരു എനിക്ക് ജയ ഹേയുടെ ഒരു വുമൺ എംപവർമെന്റ് എന്ന എലമെന്റ് ഉണ്ട്. അല്ല, പക്ഷെ എനിക്ക് ആ ഒരു ഇപ്പം ദാസൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫ് വളരെ ബോറിംഗ് ആയിട്ടാണ് തോന്നിയത്. പക്ഷെ സെക്കൻഡ് ഹാഫിലാണ് കുറച്ചെങ്കിലും ഇവന്റ്സും എന്തെങ്കിലുമൊക്കെ ക്ലൈമാക്സിലുള്ള ഒരു സംഭവമൊക്കെ ചുമ്മാ വെറുതെ അതിന്റെ ഇടയ്ക്ക് ഒരാൾ വന്ന് 4 സേർട്ട് വലിയും.
സാധനമുണ്ട്, അതാണ് ഹെവി. പുള്ളിയുടെ അത് നമ്മുടെ ആന്റണി പെരുമ്പാവൂരിന്റെ മോനായിട്ടുള്ള ആശിഷ് ആന്റണിയുടെ പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് എല്ലാത്തിലും വന്ന് ഒരു സിഗരറ്റ് എടുക്കുക, 4 പുക വിടുക, റിംഗ് ഒക്കെ വിടും ഇടയ്ക്ക്. പക്ഷെ പാവത്തിന് ഡയലോഗ് കുറച്ചെങ്കിലും കൊടുക്കായിരുന്നു അല്ലേ? ചിലപ്പോ കയ്യിൽ നിന്ന് പോകുന്ന തോന്നി. ഇത് ലോഞ്ച് പാഡ് അല്ല. ഞാൻ ഇത് നമ്മുടെ നന്ദുബിയാർ കളിക്കാൻ വരുമ്പോ എങ്ങനെയാണ്, മറ്റേ ബോളിംഗ് ചെയ്യും ബാറ്റിംഗ് ചെയ്യും, ഫീൽഡിങ് ചെയ്യൂല, ഫീൽഡിങ് താല്പര്യമില്ല. അത് പറയും പോലെ സിനിമ അഭിനയിച്ചൊരു ഡയലോഗ് വേണ്ട, ഡയലോഗ് പറ്റില്ല. പക്ഷെ ഒരു ഇത് പിടിച്ച് നിന്നിട്ടുണ്ട് ആ ഒരു ക്യാരക്ടർ. ഡയലോഗ് ഇല്ലെങ്കിൽ ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. ബോറൊന്നും ബോറാക്കിയിട്ടില്ല. പക്ഷെ എനിക്ക് ഡയലോഗ് വായിന്ന് എന്തേലും വരണമെന്ന് എനിക്ക് തോന്നി. ഞാൻ ആദ്യം വിചാരിച്ചത് പുള്ളി അന്യ സംസ്ഥാന തൊഴിലാളി ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. അതുകൊണ്ടായിരിക്കും മലയാളം അത്ര വിഷമില്ലാത്തോണ്ടായിരിക്കും സംസാരിക്കാത്തത് എന്നാണ് വിചാരിച്ചത്. അങ്ങനെയായിരിക്കും പുള്ളിയെ കൺസീവ് ചെയ്തതും. അതുകൊണ്ട് ആ ഡയലോഗ് ഇല്ലെങ്കിലും കുഴപ്പമില്ലെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങോട്ട് പോകെ പോകെ വേറൊരു രീതിയിൽ റിവീൽ ആവും. ഇത് ഫസ്റ്റ് ഹാഫ് ചുമ്മാ മറ്റേ ബേറായിട്ടൊരു സാധനം. ഈ ഒരു കയ്യടിയൊക്കെ ഞാൻ അവിടെ നിന്ന് ഞാൻ കയ്യടിയുടെ കൂടെ കൈയടിച്ചത് മനഃപൂർവ്വം കൈയടിച്ചാണ്. ആരും കൈയടിക്കാതെ നിശബ്ദമായ സമയത്ത് ഒരാള് മാത്രം നിന്ന് കൈയടിച്ചു. അതെനിക്കറിയാം. എനിക്കത് തോന്നിയില്ലടാ. എനിക്കിത് ഇവന്റെ ഉള്ളിൽ നിന്ന് വന്നായിട്ടാണ്. എന്റെ ഉള്ളിൽ നിന്ന് വന്നപ്പോൾ കേട്ടാ ഇവനായിരുന്നു. എനിക്ക് ഉള്ളിൽ നിന്ന് വന്നായിട്ട് തന്നെ ശല്യപ്പെടുത്തില്ല. എനിക്ക് വയ്യ. കാര്യം ഇതിനകത്ത് ഇതിന് മുന്നേ ഇതേ കണക്കൊരു ഈ മാർഷൽ ആർട്സ് റിലേറ്റഡ് ഒരു പടം പണ്ടിറങ്ങിയിട്ടുണ്ട്. നീതാ പിള്ളേന്റെ ഒരു കുംഫു മാസ്റ്റർ. ഹെവി സാധനം. അതിനകത്ത് പുള്ളിക്കാരി ചെയ്തു വെച്ചേക്കുന്ന സാധനം വെച്ചാൽ നല്ല സാധനം, അടിപൊളിയായിട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ അതാ എന്റെ മനസ്സിൽ ഫസ്റ്റ് വന്നു. ഈ പുള്ളിക്കാരിയുടെ ഈ തൈക്കോണ്ടോ ആണെന്ന് തോന്നി ഈ സാധനം. പക്ഷെ പുള്ളിക്കാരി ഇന്റർവ്യൂവിൽ ഉള്ള അതേ സെറ്റപ്പ്. കാര്യം പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് മറ്റേ ഈ എപ്പോഴും പുള്ളിക്കാരി ഇങ്ങനെ പിടിച്ചു വെച്ചൊരു സാധനമുണ്ട്. പിന്നെ ഒരു ഇമോഷൻ കഴിഞ്ഞ് അടുത്ത ഇമോഷനിലോട്ട് പോകുമ്പോഴേക്കും പുള്ളിയുടെ കൈ വിട്ടു, പുള്ളിക്കാരെ കയ്യിൽ നിന്ന് പോകും. ഒരു എക്സൈറ്റഡ് സാധനം എപ്പോഴും പുള്ളിക്കാരി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അത് ഭയങ്കര ഒരു നമുക്ക് അപ്പൊ എനിക്ക് ഈ ഒരു പ്ലോട്ടിൽ തന്നെ പുള്ളിക്കാരി. അത് എനിക്ക് പറയാനുള്ളത്, ഈ മഹാരാജാസ് ഹോസ്റ്റല് റിവ്യൂ ചെയ്തവര് അതേ ഇത് ഇതിലും കാണിക്കണം അല്ലേ? അത് ഇതില് വന്നിട്ട് ഒരു മറ്റേ ഇത് അയ്യോ മോഹൻലാലിന്റെ മോഹൻലേ ഒന്നും പറയാൻ പാടില്ല അങ്ങനെ പറയരുത്. അത് എല്ലാം കറക്റ്റായിട്ട് പറയണം. ശോകം അഭിനയമായിരുന്നു, പെർഫോമൻസ് വൈസ് ആയാലും. പിന്നെ ബാക്കിയുള്ള ഈ ആർട്ടിസ്റ്റുകൾ വരുന്നു അതിനകത്ത് എല്ലാം മറ്റേ വെറ്ററൻസ് എല്ലാവരും ഉള്ള. ഗണേഷ് കുമാർ ഉണ്ട്, മനോജ് കെ ജയൻ ഉണ്ട്, ജാഫർ ഇടുക്കി ഉണ്ട്, പിന്നെ സായി കുമാർ ഉണ്ട്. അപ്പൊ ഇവർക്കൊന്നും അധികം അങ്ങനെ പെർഫോമൻസ് ചെയ്യാൻ ഒന്നും ഇല്ല. പിന്നെ മറ്റേ പോലീസ് ജിബിൻ എന്ന് പറഞ്ഞ പുള്ളിയുണ്ട്. പക്ഷെ ഇവരെല്ലാം പെർഫോമൻസ് ശരിക്കും അവര് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ നമുക്ക് ഇന്റൻസിഫൈഡ് ആയിട്ടുള്ള ആ ഒരു സാധനം വരണം. പക്ഷെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഈ പുള്ളിക്കാരുടെ സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുന്നത് മൊയ്ത്തായി ആണ് സ്ട്രോങ് ഹോൾഡ്. അപ്പൊ അത് ലാസ്റ്റില് കൊണ്ടുവന്ന് ബ്ലാസ്റ്റ് ആക്കണം. അതിന് വേണ്ടിയിട്ടാണ് ബാക്കിയെല്ലാം എഴുതി വെച്ചതാണ് എനിക്ക് തോന്നി. അപ്പൊ ബാക്കിയെല്ലാം എഴുതുമ്പോഴത്തേക്കും ഈ ബാക്കിയെല്ലാം നമുക്കിങ്ങനെ ജൂഡാന്റണിയുടെ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ നമുക്ക് എല്ലാരും ഇങ്ങനെ സ്പൂൺ ഫീഡ് തരണ്ട. ഭയങ്കര സ്പൂൺ ഫീഡിങ് എന്ന് പറഞ്ഞാൽ അത് ഓർഗാനിക് അല്ല. കാരണം സിനിമ മൊത്തത്തില് ഓർഗാനിക് അല്ല. മൊത്തത്തിലെല്ലാം എന്താ വെച്ചാ നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ ഒരു ഇരിക്കുമ്പോ തന്നെ മോഹൻലാലിന്റെ മോളുടെ സിനിമ എന്ന് ഇങ്ങനെ 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്ക് മറന്നു ഓർമ്മിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ പടം എനിക്ക് തോന്നിയത് സാധാരണ ഇത് മോഹൻലാലിനെ ആരാധിക്കണവർക്ക് ഇത്ര മോശമായിട്ട് തോന്നൂല. അത് മോശമാതിരിക്കാൻ 5 മിനിറ്റിൽ കൂടുതൽ മോഹൻലാൽ കൂടുതലുണ്ട്. അതെനിക്ക് ഭയങ്കര കുറച്ച് അതൊരു ഇതല്ലേ, അത് ശരിയല്ലല്ലോ അല്ലേ? ശരിയല്ലെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തോന്ന് ഒന്നും പറയാൻ പറ്റില്ല. അതാ പറഞ്ഞ ഇതൊരു ഭയങ്കര ടിപ്പിക്കൽ ലോഞ്ച് പാഡ് പോലെ. ഇത് എനിക്ക് തോന്നി, എന്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നിയത്, ഇപ്പം നെഗറ്റീവ് പറയണെങ്കിലും സേഫ് ലാൻഡിങ് ഇത് ബാക്കിയുള്ള ഇത് റിസ്ക് കുറവുള്ള സാധനമാണ്. അല്ല എനിക്ക് തോന്നുന്നത് OTT ഇറങ്ങി കഴിഞ്ഞാൽ എന്റെ പൊന്നളിയാ ഇത് എനിക്ക് തോന്നുന്നത് ഫാമിലി ഓഡിയൻസ് ഫാമിലി ഓഡിയൻസ് കയറും. ആ ഒരു മോഹൻലാലിനോടുള്ള ഒരു സാധനം വെച്ചിട്ട് ആൾക്കാർ കയറും. ഇത് കാണുമ്പോ എന്തായാലും ഒരാൾക്ക് മനസ്സിലാവുന്ന വെച്ചാൽ മോഹൻലാൽ ഹി ഈസ് എ ഗ്രേറ്റ് ഫാദർ.
ഭയങ്കര ഭയങ്കര ലവിങ് ആയിട്ടുള്ള ഒരു അച്ഛനാണ്. ഇങ്ങനെ സപ്പോർട്ട് അല്ലേ, അച്ഛൻ തന്നെയായിരുന്നു ആ സീനിൽ. ഇനി ഞാൻ പറയാം, അത് ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ, അത് നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പുള്ളി നല്ല ഒരു അല്ലടാ. അത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെലുങ്കിലൊക്കെ അങ്ങനെ തന്നെ. തെലുങ്കില് ഇപ്പം പുള്ളിയുടെ പേരെന്തൊരു രാംചരൺ മറ്റേ മഗധീരയില് പക്ഷെ അതിനകത്ത് ഇല്ലടാ, മഗധീരയിലായപ്പോലും അതിനകത്ത് അയാൾ തന്നെയാണ് പെർഫോം ചെയ്യുന്നത്, മകൻ തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. ഇടയ്ക്കൊരു പാട്ട് സീനി വന്നു പോകുന്നു, സപ്പോർട്ട് സപ്പോർട്ട്. ഇത് അങ്ങനല്ല, ഒരു സ്റ്റാർ ഒന്ന് ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ് മകന്. അപ്പോഴേ ആ പുള്ളിയുടെ ഫാൻസും കൂടെ വരണം. ഇത് ഇവിടെ ഓൾറെഡി എന്തായാലും അങ്ങനെയൊക്കെ നോക്കി ദുൽഖറിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ദുൽഖറിന്റെ കേസിൽ അങ്ങനെ ഒന്നും ദുൽഖറിന്റെ കാര്യത്തിൽ അത് വേറൊരു ടൈപ്പിലാ പുള്ളി ലോഞ്ച് ചെയ്തത്. പുള്ളി പുതിയൊരു നല്ല കഥയും പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ല, ആ ലാസ്റ്റ് പുള്ളിക്കാരുടെ സ്ട്രോങ് ഹോൾഡ് ലാസ്റ്റ് കൊണ്ടുവരുത്താൻ വേണ്ടിട്ട് ബാക്കിയെല്ലാം എഴുതി വെച്ചത്. നമുക്ക് സിനിമ കാണുമ്പോൾ തന്നെ ക്ലൈമാക്സ് എന്താണെന്ന് നമുക്ക് അറിയാം, എന്താവോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. ഒരു സസ്പെൻസ് വരെ കീപ്പ് ചെയ്തിട്ടില്ല. ഇവൻ നമ്മള് ടൈറ്റിലിൽ തന്നെ എന്താണ് സസ്പെൻസ് എന്നുള്ളത് വെച്ചിട്ട്. അല്ല പക്ഷെ അതാ ഇങ്ങനത്തെ ടൈറ്റിൽ ഇതും വെച്ചിട്ട് ഇവര് മറ്റേ വലിയ ഇത് വേണം, അതൊക്കെ സീക്രട്ട് ആക്കി. മറ്റേ വലിയ റൂമൊക്കെ തപ്പി കിടക്കുന്ന അത് സീക്രട്ട് ആക്കി. എന്നിട്ട് മറ്റേ റിവീൽ ചെയ്യണത് മറ്റേ അല്ല, ഇവര് ഈ ടൈറ്റിൽ എന്തിനാണ് ഇങ്ങനെ ടൈറ്റിൽ ഇടുമ്പോഴേ സസ്പെൻസ് അവിടെ കഴിഞ്ഞ് ടൈറ്റിൽ ഇടുന്ന ഇത്രയും ബ്രില്യന്റ് ആയിട്ട് ഒരാള് ടൈറ്റിൽ ശ്രദ്ധിച്ചൂടെ? അത് ഭയങ്കര ഇതായിട്ട് അത് ആദ്യമേ നമ്മള് ട്രെയിലർ കാണുമ്പോഴും റിവീൽ ചെയ്തിട്ടില്ല. എന്നിട്ട് ടൈറ്റിൽ അത് വെച്ചിരിക്കുന്നു. എന്നിട്ട് അത് ഇപ്പം ഒരു സംഭവത്തിൽ അത് റിവീൽ ചെയ്യണതിൽ നമുക്കൊന്നും തോന്നില്ല, കാരണം നമുക്ക് അറിയാം എന്താണ് കാര്യം എന്നറിയാം. അത് ചിലപ്പോ ഒരു ഇങ്ങനെ ഇതിലില്ലാതെ നമുക്ക് സസ്പെൻസ് ആയിട്ട് കിട്ടിയിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല, കൈ കിട്ടിയേനെ. എനിക്ക് തോന്നുന്നു അത് നല്ല മേജർ കുഴപ്പമാണ്. പക്ഷെ അതെ, ഈ പുള്ളിക്കാരി ഒരു ഇങ്ങനെ മുയ്ത്തായി ആ ഒരു സംഭവമൊക്കെ നേരത്തെ ഫേമസ് ആണ്. ഈ പുള്ളിക്കാരി ഇങ്ങനെ തായ്ലാന്റിൽ പോയി ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ നമുക്ക് ചിലപ്പോ പെട്ടെന്ന് പുള്ളിക്കാരിയുടെ ഫസ്റ്റ് സിനിമ ചിന്തിച്ച് നല്ലൊരു സാധനം എടുത്താലോ, എന്നിട്ട് ഇതൊന്നും റിവീൽ ചെയ്യാതെ നമ്മള് ജയ് കണ്ടപ്പോ ആ ചവിട്ടുണ്ടല്ലോ ഇവിടെ കിട്ടി. പക്ഷെ അത് നമുക്ക് അറിയാം, ഇത് ഈ ആ അത് നടൻ, ഇത് ഒരു ആക്ഷൻ ഹീറോ ആണ് ഉദ്ദേശിച്ചത്, ഇതൊരു ആക്ഷൻ സ്റ്റാർ എന്നുള്ള രീതിയിലാണല്ലോ. അതിന്റെ ബാക്കിലുള്ള ഈ ജയജോരൊക്കെ എന്ന് വെച്ചാൽ അതുവരെ ചവിട്ടുവരെ എത്തുന്ന കണക്ടിവിറ്റി ഉണ്ട് സ്റ്റോറിന്റെ, അത് ഫീൽ ആവും എല്ലാവർക്കും നല്ല രീതിയിൽ കണക്ട് ചെയ്ത് ആണ്. പക്ഷെ എന്നാൽ അത്രയും ഒരു സഫറിങ് പ്രേക്ഷകർക്കും കിട്ടും. ഇവിടെ ഒന്നുമില്ല, ഇവിടെ മറ്റേ മിണ്ടാത്ത മറ്റേ ജൂ എന്നും പറഞ്ഞ് നടക്കുന്ന നമ്മുടെ ആന്റണി. അപ്പൊ പുള്ളി ആ ഒരു സാധനം കൊണ്ടുവരുന്നു, ഇവിടെ ഒന്നുമില്ല, പെട്ടെന്ന് ചവിട്ടുന്നു, പിന്നെ ഇങ്ങനെ പോകുന്നു. കാര്യം ഒരു ഈവന്റ് കഴിഞ്ഞാലും പിന്നെ ഒരു ഇതില്ല, പിന്നെ ഒരു ഫ്ലോ ഇല്ല, പിന്നെ അതേ പാറ്റേൺ ഒരു സാധനം തന്നെ വീണ്ടും വരുന്നു. അതിനുവേണ്ടി മറ്റേ നമ്മൾ വീണ്ടും പ്രതീക്ഷിച്ചിരിക്കുന്നു. ഇപ്പം ഒരു എൻഗേജിങ്ങേ അല്ല. അത് മറ്റേ ഈ പുള്ളിയുടെ വില്ലന്റെ കൂടെ നടക്കുന്ന ഒരാളും കൂടെ ഉണ്ട്. അയാളാണ് ഈ പുട്ടിന്റെ വീര പോലെ മറ്റേ ഈ വില്ലനിസം കൂടുതൽ കൂട്ടാൻ വേണ്ടിട്ട് കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കില്ലേ, പണ്ടത്തെ സിനിമകളിലൊക്കെ ഉള്ള ഒരു സാധനം. അവൻ അങ്ങനല്ല, ഇല്ലേ അതുപോലെ ബോബി, മറ്റേ ബോബി എന്ന് പറഞ്ഞ പുള്ളി ബോബി എന്നല്ലേ ആ പുള്ളിക്കാരന്റെ ബോബിയാണ് പേരെന്ന് തോന്നുന്നത്. ഡേവി പുള്ളിയാണ് എനിക്കൊന്ന് ഇതിനകത്ത് കുറച്ചെങ്കിലും ഓർഗാനിക് ആയിട്ട് കുറച്ചെങ്കിലും അഭിനയിച്ചേക്കുന്ന പുള്ളി മാത്രമേ ഉള്ളൂ, ബാക്കി ആരുമില്ല. പുള്ളി മാത്രമാണ് കുറച്ചെങ്കിലും ഇങ്ങനെ അതാണ് നമ്മൾ മനസ്സിലാവും. ഓക്കെ, എനിക്ക് കുറച്ച് ഇത് കഴിഞ്ഞപ്പോഴേ ജിത്തു ജോസഫ്, ഒരു ജിത്തു ജോസഫ് എവിടെയോ ഒരു ജിത്തു ജോസഫ് ലൈക്ക് മേക്കിംഗ് എവിടെയോ ഒന്നു. ജിത്തു ജോസഫിന്റെ കുഴപ്പമായിരിക്കൂലെന്ന് തോന്നുന്നു ഈ മേക്കിംഗ്. പ്രൊഡക്ഷനിൽ നിന്നൊക്കെ ഇടപെടലുണ്ടെന്ന് തോന്നുന്നു ജിത്തു ജോസഫിന്റെ മേക്കിംഗ്. കാരണം ഇങ്ങനെ ടി വിയിൽ ഇങ്ങനെ കാണുന്നതും സോഷ്യൽ മീഡിയ
ന്യൂസ്, പ്രസംഗം. അല്ലല്ല, ഈ ജൂഡ് ആന്റണി ഇല്ലേ, പുള്ളി ഒരു ഇന്റർവ്യൂവിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഈ ആദ്യം ഈ സ്ക്രിപ്റ്റ് കൊടുക്കുന്നത് മറ്റേ അമ്മയ്ക്കാണ്, അവർക്ക് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ആന്റണി പെരുമ്പാവൂരിന് ഇഷ്ടം. ആന്റണി പെരുമ്പാവൂർ പിന്നെ കുറച്ച് ഇൻപുട്സ് തന്നു, അത് ജൂഡ് ആന്റണിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഇങ്ങനെ പറഞ്ഞു. എനിക്ക് അത് നല്ലതായിട്ട് തോന്നി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതവിടെ പറയേണ്ട ആവശ്യമില്ല, പറഞ്ഞു. എനിക്ക് തോന്നുന്നു പ്രൊഡക്ഷൻ സൈഡിൽ നിന്നും എല്ലാം വന്നു. അത് മറ്റേ ആദിയില് നമ്മുടെ പ്രണവ് ചെയ്ത ആദി ജിത്തു ജോസഫിന്റെ ആണല്ലോ. പക്ഷെ അതിനകത്തുള്ള പ്രണവിന്റെ അഭിനയം ഡയസറയിലെ അഭിനയം തമ്മിൽ ഭയങ്കര വ്യത്യാസം. എന്റെ എൻവയോൺമെന്റ് അവിടെ മാറി. അപ്പൊ പുള്ളിന്റെ ഔട്ട് ഭയങ്കര കിടലായിരുന്നു. പറയാൻ പറ്റൂല. അല്ല, ഇത് ഇപ്പം പ്രണവാണെങ്കിലും മോൾഡ് ചെയ്താണ് ഡയസറയിലൊക്കെ അടിപൊളി ആയത്. പ്രണവ് എനിക്ക് തോന്നുന്നു കുറച്ച് ഇത് ടാലന്റഡ് ആയിട്ടുള്ള ആക്ടറാണ്. ഡയസറയൊക്കെ മോളുടെ കാര്യം പറയണെങ്കിൽ ഇപ്പൊ മോളുടെ കാര്യം ഇത് ഈ കഥയും എന്നുവെച്ചാൽ നമുക്ക് മോഹൻലാലിന്റെ മോളെന്ന് പറഞ്ഞ ഇവര് ഇന്റർവ്യൂക്കും PTA മീറ്റിംഗ് പോലെ എല്ലാരും കൂടെ ഒരുമിച്ച് മറ്റേ ഒരു ഇതില് എന്നുവെച്ചാൽ ആശീർവാദിന്റെ ഇന്റർവ്യൂവിൽ തന്നെ മോഹൻലാൽ ഈ തംബ്നെയിൽ വെക്കുമ്പോഴേ തന്നെ മോഹൻലാലിന്റെ പടമാണ് ഫുൾ. എന്നിട്ട് സൈഡിൽ ഒരു മോഹൻലാലിന്റെ പടത്തിൽ ഇവര് സൈഡ് റോള് ചെയ്യുമ്പോഴത്തെ അങ്ങനെയാണ് ഇവര് ലോഞ്ച് ചെയ്യണേ. അതെ, എനിക്ക് തോന്നുന്നു അവര് മറ്റേ ഇന്റർവ്യൂസിലൊക്കെ പുള്ളിക്കാരി നെർവസ് ആയോണ്ടേ ഇവർക്ക് ഈ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ടെൻഷൻ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് കൂടെ എപ്പോഴും അതൊന്നും കുഴപ്പമില്ല. അല്ല, പുള്ളി ഒരു സപ്പോർട്ടായിരുന്നു. ഫാമിലി ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഇറക്കിയൊരു ഫാമിലി പടം, 2 ഫാമിലീസിന്റെ ഒരു കൊളാബ് പടം, അതാണ് ശരിക്കും ഉള്ളത്. പിന്നെ എല്ലാ ഈ പടത്തിലുള്ള കണക്ക് പെരുമ്പാവൂർ ഉണ്ട് ഇതിനകത്ത് ഒരു സീനിൽ. പെരുമ്പാവൂർ ഇപ്പോഴത്തെ ഇതിലെ ക്യാമിയ കൊള്ളൂലേ, അത്ര സുഖമല്ല, ഒട്ടും മോശം, വളരെ മോശം. ആ ഒരു സിറ്റുവേഷനിൽ ചേരില്ല. ഒരു പോർഷൻ, ഒരു സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് കുറച്ച് വരെ പക്ക സീരിയലാണ്. കാര്യം കേരളത്തിലുള്ള ആൾക്കാർ ഇത്രയും വൃത്തികെട്ടവരാണെന്ന് തോന്നിപ്പോ കുറെ സാധനത്തിൽ കാണിച്ച് പോർട്രേ ചെയ്ത് വെച്ചേക്കുന്നത് ഇങ്ങനെയൊക്കെ നെഗറ്റീവ് ആക്കിയിട്ട്. അത് അതിനകത്ത് കാണിച്ചേക്കുന്ന ആണുങ്ങൾ, മെയിൽ ക്യാരക്ടേഴ്സ് എല്ലാം നെഗറ്റീവ്, എല്ലാരും നെഗറ്റീവ്. എനിക്ക് പോലീസുകാരെ ഇഷ്ടപ്പെട്ടതേ ഇല്ല. നീ നേരത്തെ പറഞ്ഞ ആളല്ലേ ഇടുക്കി, മറ്റേ ജാഫർ ഇടുക്കിയുടെ ക്യാരക്ടർ എനിക്ക് അത്ര എല്ലാം ജാഫർ ഇടുക്കി സത്യം അങ്ങനത്തെ ഒരു പോലീസുകാരൻ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കാണൂല. മറ്റേ പുള്ളിന്റെ ഈ മറ്റേ ജിവിൻ പുള്ളിന്റെ അതിനകത്ത് എന്ന് വെച്ചാൽ പുള്ളി പറയുമ്പോഴേ അറിയാം അത് മറ്റേ ഇങ്ങനെ തള്ളി വിടുന്ന പുള്ളിയുടെ എല്ലാ ഷോട്ട്സും അങ്ങനെ തന്നെ തോന്നി. ഡയലോഗ് ഡെലിവറി എല്ലാം ഇങ്ങനെ ഫോഴ്സ് ചെയ്യാൻ വേണ്ടിട്ട് ഇതാണ് ഇങ്ങനെ മോശമാണേ. സഹദേവൻ, ദൃശ്യത്തിലെ സഹദേവൻ സാധനമൊക്കെ നമുക്ക് പുള്ളിന്റെ മാനറിസം കൊണ്ട് നമുക്ക് വെറുപ്പ് തോന്നും. ഇതിനകത്തും ഈ പറയുന്ന ക്യാരക്ടർ ഭയങ്കര വെറുപ്പീര് സാധനം. പക്ഷെ നമുക്ക് ഒന്നും തോന്നൂല. എന്തിനാ പറയട്ടെ ആ സെറ്റപ്പ്. അതെ, പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും സിനിമ എനിക്ക് തോന്നുന്നു ഫാമിലി ഓഡിയൻസിനൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന കാര്യം. സ്റ്റോറി അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ്. സ്റ്റോറി എന്ന് വെച്ചാൽ ടെംപ്ലേറ്റ് സ്റ്റോറിയാണ്. ടെംപ്ലേറ്റ് നമ്മുടെ ഒരു ഹീറോ എങ്ങനെ ഉണ്ടാവുന്നു അങ്ങനത്തെ രീതിയിൽ ഒരു ഹീറോസ് ജേണി അങ്ങനത്തെ ഒരു ഇതില് ഒരു മെന്റർ അങ്ങനത്തെ ഒരു ടെംപ്ലേറ്റ് സാധനമാണ്. പിന്നെ സോഷ്യൽ റെലവന്റ് ടെംപ്ലേറ്റും കൂടെ ആണ്. സേഫും കൂടെയാണ് ഇത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ ഈ പെർഫോമൻസ് വൈസ് പ്രശ്നം തോന്നാൻ കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരി ന്യൂബിയാണ്. പുള്ളിക്കാരിക്ക് അത്ര ഒരു എക്സ്പീരിയൻസും ഇല്ല. അപ്പോൾ ശരിക്കും ബാക്കിയുള്ള ഈ പുള്ളിക്കാരുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആക്ടേഴ്സ് എല്ലാം അഭിനയിക്കുന്നതിനെക്കാട്ടി എക്സ്ട്രാ ടഫാണ്. കാര്യം അവര് ചെയ്യുന്നതെന്ന് വെച്ചാൽ പുള്ളിക്കാരിയെ ഫീസ് ചെയ്ത് അഭിനയിക്കുക, പുള്ളിക്കാരെ കംഫർട്ട് ആക്കി അഭിനയിക്കുക. അപ്പൊ അവർക്ക് ഔട്ടില്ല. ആ ഔട്ടിന്റെ പ്രശ്നമാണ് ബാക്കിയുള്ള ആക്ടേഴ്സിനെല്ലാം വന്നിട്ടുള്ള. ബാക്കിയുള്ള കോ ആക്ടേഴ്സ് എല്ലാം ഭയങ്കര ശോക, ഒന്നും നമുക്ക് തോന്നൂല. അത് ഇതാണ് കാര്യം. പുള്ളിക്കാരി ഇതാണ്. അപ്പൊ അതനുസരിച്ച് മതി ആ ലെവൽ. അപ്പൊ അതിൻ്റെതായ പ്രശ്നം പടത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. അതുപോലെ തന്നെ ആശിഷ് ആന്റണിയുടെ പെർഫോമൻസ് ആണെങ്കിൽ പ്രോമിസിംഗ് ആണ് ആക്ച്വലി, അല്ലേ? പ്രോമിസിംഗ് ആണ്. ഈ ഡയലോഗ് എനിക്ക് അത് കേൾക്കണം എന്നുണ്ടെങ്കിൽ അത് കുറഞ്ഞു, അത് എഴുത്തിന്റെ ഒക്കെ പ്രശ്നമായിരിക്കും. പക്ഷേ ഇത് അഭിനയിക്കുമ്പോ ഏറ്റവും ഡയലോഗ് പറയാനാണ് ഏറ്റവും പാളിപ്പോണ സാധനം. ഡയലോഗ് പറയണ ആ സ്ലാങ് പിടിക്കണതൊക്കെ പാടാണ്. പിന്നെ പുള്ളിക്കാരിക്ക് ഡബിങ് ഒക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു ആക്ടിങ്ങിലുള്ള ഒരു സാധനം ആ ഡബിങ് ആർട്ടിസ്റ്റ് നല്ല രീതിയിൽ ആക്ട് ചെയ്ത് ശരിയായിക്കോളും. പക്ഷെ പുള്ളിക്കാരന് ഇങ്ങനെ ഈ ഡയലോഗും കൂടെ എല്ലാം കൂടെ സെറ്റ് ചെയ്തുകൊണ്ട് അതുകൊണ്ട് എല്ലാം കൂടെ ഒരു സേഫാണ് ഇത്. ഈ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സേഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു
ബുദ്ധിമുട്ടിക്കാതെയും വീക്ക് സൈഡ് കാണിക്കാത്ത രീതിയിൽ ആണ് ഇത് പടം ഒരുക്കിയിരിക്കണം. അല്ല, ഇതില് ഇന്റർവ്യൂല് മോഹൻലാൽ പറയുന്നുണ്ട് ഈ പുള്ളിക്കാരി ഈ ഡയലോഗ് ആദ്യം പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകും, പറഞ്ഞിട്ട് പണി തീർക്കാന്നുള്ള രീതിയിൽ പെട്ടെന്ന് പറഞ്ഞ് നിർത്തിയിട്ട് പോകുന്ന ഒരു സംഭവമാണ്. അപ്പൊ പുള്ളിയാണ് പറഞ്ഞത് ഇങ്ങനെ നമ്മൾ ഈ ഡയലോഗിന്റെ ഇടയിലേ നമുക്ക് ഡയലോഗ് പറഞ്ഞിട്ട് പോസ് ചെയ്യാം, ആ സമയത്തെ നമുക്ക് അഭിനയിക്കാൻ പറ്റും. അപ്പൊ പുള്ളിയുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്, ഇങ്ങനെ ഗൈഡൻസ് സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ട്, ഒന്നും പറയൂല. മാസ്റ്റർ ഒന്നും ആൾക്കാരത് പറയൂല, ശരി കേട്ടു. അപ്പം അങ്ങനത്തെ കുറെ പുള്ളി നമ്മൾ വിചാരിക്കും പുള്ളി ഒന്നും ഇന്റലിജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഇത് പറയുമ്പോ മമ്മൂട്ടിയുടെ അത്ര ഇന്റലിജന്റ് അല്ല അങ്ങനത്തെ രീതിയിൽ. പക്ഷെ പുള്ളി നല്ല ഇന്റലിജന്റ് ആണ്, പറയൂല. മെത്തേഡ് ആക്ടിങ്, നാച്ചുറൽ ആക്ടിങ് എന്ന് പറഞ്ഞ് നമ്മളങ്ങ് ഒതുക്കും, ബോൺ ആക്ടർ. പക്ഷെ പുള്ളിക്ക് എല്ലാ സാധനങ്ങളും ഒക്കെ അറിയാം, എന്താണ് ട്രിക്ക് കാര്യങ്ങളൊക്കെ നല്ല ക്രാഫ്റ്റ് നന്നായിട്ട് അറിയാം. അപ്പൊ അങ്ങനെ ഇതിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഡയലോഗും അതിന്റെ അതിനോടനുബന്ധിച്ചുള്ള ആക്ടിങ്ങിന്റെ ഇമ്പോർട്ടൻസ് അതാണ് ഒരു നടൻ. അതാ. പക്ഷേ ഈ വിസ്മയ മോഹൻലാലിന്റെ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു സാധാരണ ഒരു ഇതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി നല്ല രീതിയിൽ ഇങ്ങനെ കൈയും തല നല്ല രീതിയിൽ ആട്ടും, അങ്ങനത്തെ ഒരു ഇതാണ്. അതൊക്കെ വെച്ചാണ് ഒതുക്കി അങ്ങനെ അഭിനയിക്കണം. പക്ഷെ അത് പലയിടത്തും എലമെന്റ് വരുന്നുണ്ടോ പുള്ളിക്കാരി ആ സമയത്ത്. അതാ പുള്ളിക്കാരി മറ്റേ ആ ജസ്റ്റേഴ്സ് നോക്കിയാൽ ജസ്റ്റേഴ്സ് ചിരിക്കുന്ന അതാണ്. പിന്നെ ഇപ്പം ആശിഷ് ആന്റണിയുടെ കേസ്, അത് ഞാൻ ആശിഷ് ആന്റണിയുടെ കേസാ പറഞ്ഞു. അത് ആ ഡയലോഗും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റിയാണ്. എന്തായാലും ആശിഷ് ആന്റണിക്ക് ഒരു ഫ്യൂച്ചർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അപ്പൊ ആ കണ്ണൊക്കെ നല്ല എക്സ്പ്രസീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഐസ് ഒക്കെ കുറച്ച് നല്ല എക്സ്പ്രസീവ് ആയിരുന്നു. നന്നായിട്ടുണ്ട് ആശിഷ് ആന്റണി. നമ്മളെ എമ്പുരാനിൽ കണ്ടേ കാട്ടി കുറച്ചുകൂടി ലോഞ്ച് എനിക്ക് തോന്നുന്നു പിന്നെ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ഈ പടം ഹിറ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ മോഹൻലാലിന്റെ ക്യാമിയോ ഉണ്ട്, അതായത് മോഹൻലാൽ ഫാൻസിന് നല്ല ഇഷ്ടപ്പെടും. പിന്നെ ഈ മോഹൻലാലിന്റെ കൂടെ ആരാധനയുള്ള മോഹൻലാലിന്റെ മോൾ അഭിനയിക്കുന്ന പടം എന്നുള്ള ഒരു സ്നേഹവും കാണും. പിന്നെ മൊത്തത്തിൽ ഈ പടം ഒരു ടെംപ്ലേറ്റും കൂടെയാണ്. ഫാമിലി ഓഡിയൻസ് സപ്പോർട്ട് അത് ഞാൻ പറയുന്ന ഒരു മോഹൻലാലിന്റെ സിനിമ ആയതുകൊണ്ട് മാത്രം സപ്പോർട്ട് ചെയ്യണല്ലാത്ത രീതിയിൽ ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ് ഇതിലുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹിറ്റാവാനുള്ള ചേരുവ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്റ്റാർ എന്ന് വെച്ചാൽ ഇപ്പം ബാക്കി വേറൊരാൾ വന്ന് അഭിനയിച്ച ഇത് ഹിറ്റ് ആവൂല. ഇതൊരു അങ്ങനെ ഒരു ഇഷ്ടവും കാര്യങ്ങളും ഉണ്ട്. ആ കൊമേഴ്ഷ്യൽ എലമെന്റ് കറക്റ്റ് ആയിട്ട് വരും തോന്നുന്നു. പുള്ളിക്കാരിക്ക് വേണ്ടിയിട്ടുണ്ടായ സ്ക്രിപ്റ്റ്. അപ്പൊ ആ ഒരു സ്ക്രിപ്റ്റിൽ ഇതിൽ വെച്ചിട്ട് ഹിറ്റ് ആവും. പക്ഷെ സ്ക്രിപ്റ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, അത്രേ ഉള്ളൂ. ഫാമിലി നമ്മളെ പോലെയല്ലോ, ഫാമിലി ഓഡിയൻസ് കുറച്ചുകൂടെ കണക്ട് ആവും. അവർക്ക് എന്തായാലും ഓക്കെയാണ്. കാര്യം വലിയ വയലൻസോ കാര്യങ്ങളോ ഇല്ല. പിന്നെ ഒരു ബാക്കിയുള്ള ആ സ്നേഹം കാര്യങ്ങൾ, അച്ഛൻ അമ്മ റിലേഷൻ ബോണ്ട്, പിള്ളേരെ കണ്ട് പഠിപ്പിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഓക്കെയാണ്. നമുക്ക് നമ്മളിങ്ങനെ ഇത്രയും കുറച്ചുകൂടെ ഇറങ്ങി ചിന്തിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഇത് വരുന്നത്. അപ്പൊ എന്തായാലും ഒരു റിവ്യൂവിൽ നിന്ന് തുടങ്ങി ഇതിപ്പോ ഒരു പോഡ്കാസ്റ്റ് പോലെ നീണ്ടു പോയി. പക്ഷെ കുറച്ച് ഡിസ്കഷൻ പോലെയായിരുന്നു അത്. ഇപ്പൊ സിനിമ കണ്ടിട്ടുള്ളവർ എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ള കാര്യങ്ങൾ കമന്റിൽ അറിയിക്കുക. കണ്ടിട്ടില്ലാത്തവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന പടമാണ്. അതൊന്ന് മോഹൻലാലിന്റെ ആക്ഷൻ ഉണ്ട്, പുള്ളിയുടെ എൻട്രി ഒക്കെ നല്ല രസമാണ്, നല്ല കണ്ടോണ്ടിരിക്കാനൊക്കെ കൊള്ളാം. പുള്ളി വരുമ്പോഴൊക്കെ നല്ല രസമുണ്ട്, സന്തോഷം തോന്നും. പിന്നെ ഒരു സിഗ്നൽ തന്നിട്ടുണ്ട്, സിനിമ കാണുമ്പോ മനസ്സിലാവും. അല്ല എലിമിനേറ്റ് ഒന്നും വിചാരിക്കട്ടെ. ഓക്കെ ഗൈസ്, അതൊക്കെയാണ് നമ്മുടെ ഒപ്പീനിയനും നമ്മുടെ ഒരു ഈ സിനിമയെ പറ്റിയിട്ടുള്ള നമ്മുടെ ഒരു നിരീക്ഷണ പാഠം. അതെ, അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും പുതിയൊരു മൂവിയുടെ സെഗ്മെന്റുമായിട്ട് വരുന്നത് വരേക്കും ബൈ.